നമ്മുടെ ജീവിതത്തെ സ്വാധീനം ചെലുത്തി അവൻ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുവാൻ ശത്രു തന്ത്രശാലിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ആദാമും ഹവ്വയും ആ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ മക്കളാണ്. അവർ ഏതെങ്കിലും വളരെ സന്തോഷത്തോടെ ജീവിക്കുക, ഒരു കുഴപ്പമില്ല. ദൈവമായിട്ടൊരു നല്ല കൂട്ടായ്മ ബന്ധം എപ്പോഴും ചിന്തിക്കണം. കൂട്ടായ്മ ബന്ധത്തെ തകർക്കാൻ ശത്രു വളരെ തന്ത്രപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. കുടുംബത്തിലെ സന്തോഷത്തെ എങ്ങനെയെങ്കിലും കെടുത്തി കളയണം, കുടുംബത്തിലെ സമാധാനത്തെ എങ്ങനെയെങ്കിലും കെടുത്തി കളയണം. അതിന് അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരാത്മ മണ്ഡലം ഉള്ള കാര്യം മറക്കരുത്. നീ അലേർട്ടായിരുന്നാൽ, നീ സുബോധത്തോടിരുന്നാൽ കുടുംബത്തിനാൽ ദുരാത്മാ കേരളത്തില്ല. പറയാൻ പറ്റോ? ഇതിന് സുബോധം വേണം കേട്ടോ. നിന്നെ വല്ലാതെ പാപത്തിലേക്ക് നയിക്കുവാൻ, ഹല്ലേലൂയ, തെറ്റായ മാർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ അതിശക്തമായ പ്രേരണകൾ നിന്റെ അകത്തളങ്ങളിലേക്ക് ദുഷ്ട പിശാചി തൊടുത്തു വിടുമ്പോൾ ധൈര്യത്തോടെ പറയണം, വചനത്തിന് വെളിപ്പാട് അകത്ത് കത്തണം. വചനത്തിന് വെളിപ്പാട് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയിലും നീ വീഴത്തില്ല. വചനത്തെ കളവായി പറയുന്ന ദുഷ്ട പിശാചിന്റെ കെട്ടുകളെ കെട്ടിക്കാൻ തക്കവണ്ണം ഒരു വെളിപ്പാടിന്റെ അകത്തുണ്ടാകട്ടെ. വെളിപ്പാട് അകത്തുണ്ടെങ്കിൽ ഒരു ദുഷ്ട ആത്മാക്കൾക്കും ഒരു ദുഷ്ട ശക്തികൾക്കും നിനക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ പറയുന്നവർ എത്ര വലിയ കുടുംബത്തെ തകർക്കാൻ ദുഷ്ട പിശാചിന് കഴിയത്തില്ല. നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥതയെ കെടുത്ത് കളയാൻ ദുഷ്ട പിശാചിന് കഴിയത്തില്ല. നിന്റെ കുടുംബ